ഒരു ഗ്രാമത്തിൽ രമേശ് എന്നൊരു കർഷകനുണ്ടായിരുന്നു. പഴങ്ങളായിരുന്നു അയാൾ കൃഷി ചെയ്തത്. ഒരു ദിവസം രമേശ് ജോലി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വീട്ടിലെത്തിയപ്പോൾ ആഹാര സാധനങ്ങൾ തീർന്നതായി കണ്ടു. അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ട ആപ്പിളുമായി രമേശ് ചന്തയിലെത്തി. ഒരു ചാക്ക് അരി വാങ്ങുക എന്നതായിരുന്നു രമേശിന്റെ ലക്ഷ്യം. ചന്തയിൽ അരി വിൽക്കാനെത്തിയ സുമേഷിന്റെ അടുത്ത് ചെന്ന് രമേശ് ചോദിച്ചു, സഹോദര, താങ്കളുടെ കയ്യിലിരുന്ന ഒരു ചാക്ക് അരി എനിക്ക് തരാമോ? പകരം എന്റെ കയ്യിലുള്ള ഒരു കുട്ട ആപ്പിൾ താങ്കൾക്ക് തരാം. ഇത് കേട്ട സുമേഷ് പറഞ്ഞു, സുഹൃത്തെ, എന്റെ കയ്യിലുള്ള അരി വിൽക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ എനിക്ക് വേണ്ടത് ആപ്പിളല്ല, ഓറഞ്ചാണ്. ഇവിടെ രമേശിന് അരി വാങ്ങുവാൻ സാധിക്കുമോ? സുമേഷിന് അരിക്ക് പകരം ഓറഞ്ച് വാങ്ങുവാൻ സാധിക്കുമോ? വെൽക്കം ടു ദ മോഷൻ ബുക്സ്. ഇറ്റ്സ് ഇൻഫോ ടൈം. സാധാരണ ജനങ്ങൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അതെ പറയുന്ന ഡയലോഗാണ്, എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണം, ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്നൊക്കെ. നമ്മൾ എങ്ങനെ പണം ഉണ്ടാക്കാം എന്നാലോചിക്കാറുണ്ട്, അല്ലാതെ പണം, മണി എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി എന്നാലോചിക്കാറുണ്ടോ? പണത്തിന്റെ ചരിത്രത്തിന് 1000-ലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട്. മണി എന്ന വാക്കുണ്ടായത് മൊനീറ്റ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം കോയിൻ എന്നാണ്. സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ കൈമാറ്റത്തിനുള്ള മാധ്യമമാണ് പണം എന്ന് നമുക്കറിയാം. മണിയുടെ ഉപയോഗം നിലവിൽ വരുന്നതിന് മുമ്പ് ബാർട്ടർ സമ്പ്രദായമാണ് നിലവിൽ വന്നത്. ബാർട്ടർ സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ചരിത്രം പറയുന്നത് BC 6000-ൽ മെസോപ്പൊട്ടേമിയയിലെ ആദിവാസി വർഗത്തിൽപ്പെട്ടവരാണ് ബാർട്ടർ സിസ്റ്റം കൊണ്ടുവന്നത് എന്നാണ്. തുടർന്ന് ബാബിലോണിയയിലും ഇതിന്റെ പരിഷ്കരിച്ച രൂപം നിലവിൽ വന്നു. താങ്കളുടെ കൈവശമുള്ള വസ്തുക്കൾ കൊടുത്ത് പകരം ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങുന്ന സമ്പ്രദായമാണ് ബാർട്ടർ. അന്ന് വ്യവഹാരത്തിനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ചായപ്പൊടി, ഉപ്പ്, ഭക്ഷണപദാർത്ഥങ്ങൾ, ചെറിയ ആയുധങ്ങൾ എന്നിവയാണ്. ഇവയെ പൊതുവായി കമ്മോഡിറ്റി മണി എന്ന് പറയുന്നു. BC 6000-ൽ ലോകമെമ്പാടും കന്നുകാലികളാണ് കൈമാറ്റ വസ്തുവായി അല്ലെങ്കിൽ പണത്തിന് പകരമായി ഉപയോഗിച്ചിരുന്നത്. കന്നുകാലികളെ മാത്രമല്ല, ചെമ്മരിയാട്, ഒട്ടകം തുടങ്ങിയവയും ഉപയോഗിച്ചിരുന്നു. കന്നുകാലികളെ മുഖ്യമായി ഉപയോഗിച്ചിരുന്നതിന് കാരണം പ്രത്യുത്പാദനത്തിലൂടെ കൂടുതൽ കന്നുകാലികളെ ഉണ്ടാക്കാം എന്നുള്ളതും മറ്റു പല ജോലികൾക്കായി അവയെ ഉപയോഗിക്കാം എന്നുള്ളതും കൊണ്ടാണ്. പക്ഷേ അവർക്ക് വലിയൊരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നു. അത് പലതരം രോഗങ്ങൾ വന്ന് കന്നുകാലികൾ ചത്തൊടുങ്ങുന്നതും അതുമൂലമുണ്ടായിരുന്ന വലിയ നഷ്ടവുമാണ്. ബാർട്ടർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ റിസ്ക് എന്തെന്ന് വെച്ചാൽ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാൻസ് ആണ്. നമ്മൾ തുടക്കത്തിലെ കണ്ടതല്ലേ, രമേശിന്റെയും സുമേഷിന്റെയും അവസ്ഥ തന്നെയാണ് ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഉദാഹരണവും. രമേശിന് അരി കിട്ടണമെങ്കിൽ പകരം ഒരു കുട്ട ആപ്പിൾ ആവശ്യമുള്ള ഒരാളെ കണ്ടെത്തണം. അതായത് സുമേഷിനെ പോലെ ഒരു ചാക്ക് അരി വിൽക്കുവാനുള്ള ഒരാളെ കണ്ടെത്തിയാലും അയാൾക്ക് വേണ്ടത് ഒരു കുട്ട ഓറഞ്ച് ആണെങ്കിൽ കൈമാറ്റം നടക്കില്ല. ഇതാണ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാൻസ് എന്ന് പറയുന്നത്. ബാർട്ടർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ അപാകതയും ഇത് തന്നെയാണ്. BC 1200 ആയപ്പോഴേക്കും വലുപ്പം കൊണ്ടും സൂക്ഷിക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും കന്നുകാലികൾക്ക് പകരം വലുപ്പം കുറഞ്ഞതും അനായാസം വിനിമയം നടത്താൻ എന്തുപയോഗിക്കാമെന്നുള്ള അന്വേഷണം ചെന്നെത്തിയത് കവറീസ് അഥവാ കക്കകൾ, ഷെല്ലുകൾ എന്നിവയാണ്. കവറീസ് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് ചൈനക്കാരാണെന്ന് പറയപ്പെടുന്നു. പസഫിക് സമുദ്രത്തിലും ഇന്ത്യൻ സമുദ്രത്തിലും കണ്ടുവരുന്ന നത്തക്ക അഥവാ കല്ലുമ്മക്കായ പോലുള്ളവയുടെ ഷെല്ലുകളാണ് വ്യാപകമായി ഉപയോഗിച്ചു വന്നിരുന്നത്. BC 1200-ന്റെ മധ്യത്തോടെ ആഫ്രിക്കയിലെ പല ഭാഗങ്ങളിലും കൈമാറ്റ കച്ചവടത്തിന് കവറീസ് ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. ബാർട്ടർ സിസ്റ്റത്തിൽ വസ്തുക്കളും തുടർന്ന് കന്നുകാലികളും കവറീസും ഒക്കെ പണത്തിന് പകരം വസ്തുക്കളുമായി കൈമാറ്റം ചെയ്തിരുന്നെങ്കിലും ഇവയ്ക്കൊന്നും കൃത്യമായ മൂല്യനിർണ്ണയം നടത്തപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ സാധ്യവുമായിരുന്നില്ല. എങ്കിലും ചരിത്രം പരിശോധിച്ചാൽ ലോകത്ത് ഏറ്റവും വ്യാപകമായി ഏറ്റവും കൂടുതൽ കാലം ഉപയോഗിച്ചിരുന്നതും കവറീസ് തന്നെയാണ്. BC 1000-ന്റെ ആരംഭത്തോടെ ചൈനക്കാർ ആദ്യമായി കവറീസ് രൂപത്തിലുള്ള ലോഹത്തിന്റെ പകർപ്പുകൾ ഉപയോഗിച്ചു തുടങ്ങി. ബ്രോൺസും കോപ്പറും ആയിരുന്നു പ്രധാന ലോഹങ്ങൾ. കൂടാതെ ലോഹനിർമ്മിതമായ മൺവെട്ടി, കത്തി തുടങ്ങിയവയും അവർ പണത്തിന് പകരമായി ഉപയോഗിച്ചിരുന്നു. തുടർന്ന് സുഗമമായ ധനവിനിമയത്തിനായി തളികയുടെ രൂപത്തിലുള്ള വലിപ്പം കുറഞ്ഞ രൂപങ്ങൾ ഉപയോഗിക്കാം എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നു. 8-ാം നൂറ്റാണ്ടിൽ ലിഡിയയിലെ മൈഡസ് രാജാവിന്റെ ഭരണകാലത്ത് നവീകരിച്ച രൂപങ്ങൾ, അതായത് ഇന്നത്തെ കോയിൻസിനോട് സാമ്യമുള്ള രൂപങ്ങൾ നിലവിൽ വന്നു. ദീർഘവൃത്താകൃതിയിലുള്ള ലോഹക്കട്ടകളാണ് അവതരിപ്പിക്കപ്പെട്ടത്. പക്ഷേ 6-ാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയിൽ മഹാജൻപദസ് നാണയങ്ങൾ നിർമ്മിച്ചുവെന്ന് പറയപ്പെടുന്നു. ജൻപദ് എന്നാൽ രാഷ്ട്രം, മഹാജൻപദസ് എന്നാൽ മഹത്തായ രാഷ്ട്രം. ഇന്ത്യയിൽ ആര്യന്മാരാണ് പലതരത്തിലുള്ള രൂപങ്ങൾ ആലേഖനം ചെയ്ത നാണയങ്ങൾ അവതരിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. ആര്യന്മാർക്ക് ശേഷം ഇൻഡോ ഗ്രീക്ക്, കുഷ്യൻ ചക്രവർത്തിമാർ ഗ്രീക്ക് ആചാരങ്ങൾ കൊത്തിയ നാണയങ്ങൾ അവതരിപ്പിച്ചു. ഇന്ത്യയിൽ വളരെ നേരത്തെ തന്നെ സ്വർണ്ണ നാണയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നുവെന്ന് പറഞ്ഞിരുന്നു. തുർക്കി സുൽത്താൻ ഡൽഹി ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യൻ രാജമുദ്ര നാണയങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയും പകരം ഇസ്ലാമിക കയ്യെഴുത്ത് ശാസ്ത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രൂപങ്ങൾ ആലേഖനം ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പിന്നീട് മുഗൾ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് ഒരു ഏകീകൃത സമ്പദ് വ്യവസ്ഥ നിലവിൽ വന്നു. ഈ കാലഘട്ടത്തിലായിരുന്നു റുപ്പിയയുടെ ആവിർഭാവം. പിന്നീട് ഇവ റുപ്പിയ, റുപ്പിക എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു.
അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഹുമയൂണിനെ കീഴ്പ്പെടുത്തി ഷേർഷാ സൂരി അധികാരമേറ്റതോടെയാണ് ഇതിന് തുടക്കം കുറിച്ചത്. ആദ്യമായി ഇറക്കിയ റുപ്പിയ വെള്ളിയിൽ തീർത്തതും 178 ഗ്രാം ഭാരമുള്ളതുമായിരുന്നു. മുഗൾ ചക്രവർത്തിമാരുടെ ഭരണകാലത്തുടനീളം പ്രചാരത്തിലിരുന്നത് വെള്ളി റുപ്പികയായിരുന്നു. ഇനി മറ്റൊരു ചരിത്രം പരിശോധിക്കാം. BC 334 ആരംഭത്തിൽ അലക്സാണ്ടർ ചക്രവർത്തി അനറ്റോളിയയിൽ എത്തിച്ചേർന്നു. 9ാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ അനറ്റോളിയയിൽ നാണയ നിർമ്മാണം തുടങ്ങിയിരുന്നു. അനറ്റോളിയയുടെ ഭൂരിഭാഗം സിറ്റികളും പിടിച്ചെടുത്ത അലക്സാണ്ടർ റോമൻ ചക്രവർത്തിമാരുടെ ചിത്രങ്ങൾ കൊത്തിയ റോമൻ ബ്രോൺസ് കോയിൻസ് നിർമ്മിക്കുവാൻ ഉത്തരവിട്ടു. തുടർന്ന് വന്ന കാലഘട്ടങ്ങളിൽ അവിടെയൊക്കെ ക്രിസ്ത്യാനിറ്റി വ്യാപിച്ചതോടെ ക്രിസ്ത്യാനിറ്റിയെ പ്രതിദാനം ചെയ്യുന്ന നാണയങ്ങൾ നിർമ്മിക്കപ്പെട്ടു. BC 500ഓടെ ചൈനയ്ക്ക് പുറത്ത് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള നാണയങ്ങൾ നിർമ്മിക്കുവാനും പ്രചരിക്കുവാനും തുടങ്ങി. BC 118 ആയപ്പോഴേക്കും ചൈനയിൽ ലെതർ കൊണ്ടുള്ള പണം നിലവിൽ വന്നു. ആദ്യമായി പുറത്തിറക്കിയ ലെതർ മണി ഒരടിയോളം വലുപ്പമുള്ളതും വെള്ള മാനിന്റെ തുകൽ കൊണ്ട് നിർമ്മിച്ചതുമായിരുന്നു. അതിൽ പല കളറുകളുള്ള ബോർഡറുകളും കൊടുത്തിരുന്നു. AD 618-907 കാലഘട്ടത്തിൽ ടാങ് ഡൈനസ്റ്റിയാണ് ചൈന ഭരിച്ചിരുന്നത്. ഈ കാലയളവിലാണ് പേപ്പറിലൂടെയുള്ള ധനവിനിമയത്തിന് തുടക്കം കുറിച്ചതെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം സോങ് ഡൈനസ്റ്റി ഭരണത്തിൽ വന്ന AD 960-1279 കാലഘട്ടത്തിൽ ഇതിന് വളരെയധികം പ്രചാരം ലഭിക്കുകയും ചെയ്തു. 1810 ബ്രസീലിലെ ബാങ്കോ ഡോ ബ്രസീൽ ആണ് ആദ്യമായി പേപ്പർ കറൻസി പുറത്തിറക്കിയെന്ന് പറയപ്പെടുന്നു. അതിൽ കറൻസി വാല്യൂ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ചെക്കിനെ പോലെ കൈകൊണ്ട് എഴുതപ്പെട്ടവയെന്ന് പഠനങ്ങൾ പറയുന്നു. ഒരുപക്ഷെ ഇവിടെ നിന്നായിരിക്കാം പേപ്പർ മണിയുടെ ആരംഭം. ലോകത്തിന്റെ പലയിടങ്ങളിലായി പേപ്പർ മണിക്ക് പ്രചാരം കൈവരികയും തുടർന്ന് വന്ന ഭരണാധികാരികൾ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്തതോടെ ഓരോ രാജ്യത്തിന്റെയും വിനിമയ വ്യവസ്ഥ ഇന്ന് കാണുന്ന കറൻസി രൂപത്തിൽ എത്തി നിൽക്കുകയും ചെയ്തു. പല രാജ്യങ്ങളിലെ പണത്തിന്റെ ചരിത്രത്തിൽ നിന്ന് കിട്ടിയ അറിവുകൾ ചേർത്താണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ.